നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഒരേ സമയം കമ്പ്യൂട്ടറിൽ ഒരുപാട് ആപ്പുകൾ തുറന്നു വെക്കുമ്പോൾ അതൊന്നും പരസ്പരം പ്രശ്നമുണ്ടാക്കാതെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്? ഒരു വശത്ത് പാട്ട് കേൾക്കുന്നു, മറുവശത്ത് ബ്രൗസ് ചെയ്യുന്നു, വേറൊരു ഫയൽ ഡൗൺലോഡാകുന്നു. ഇതെല്ലാം ഒരുമിച്ച് നടക്കുമ്പോഴും ഒന്നും ക്രാഷാവുന്നില്ല. ഇതിനു പിന്നിൽ മെമ്മറി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചെറിയ മാന്ത്രിക വിദ്യയുണ്ട്. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒരുമിച്ച് ചേർന്നുള്ള ഈ അദൃശ്യമായ നൃത്തം എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിനെ ഇത്രയധികം സ്മാർട്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിന്ന് ഒരു കഥ പോലെയാണ് ഈ വിഷയം മനസ്സിലാക്കാൻ പോകുന്നത്. ഓരോ പ്രശ്നവും അതിന്റെ പരിഹാരവും. ആദ്യം വെർച്വൽ മെമ്മറി എന്ന വലിയ ആശയത്തെപ്പറ്റി സംസാരിക്കും. പിന്നെ പേജ് ടേബിൾ എന്ന അഡ്രസ് ബുക്കിനെ പരിചയപ്പെടും. അതിന് വേഗത കുറവാണെന്ന് മനസ്സിലാകുമ്പോൾ അത് പരിഹരിക്കാൻ വരുന്ന TLBയെ പറ്റി പഠിക്കും. അവസാനം ഒരുപാട് മെമ്മറി ലാഭിക്കുന്ന മൾട്ടി ലെവൽ പേജിംഗ് എന്ന ആശയവും നോക്കും. ശരി, നമുക്ക് തുടങ്ങാം. ഏറ്റവും ആദ്യത്തെ പ്രശ്നം ഇതാണ്. നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരൊറ്റ ഫിസിക്കൽ മെമ്മറി, അതായത് റാം, മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഉപയോഗിക്കാൻ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഒന്നിന്റെ ഡേറ്റ മറ്റൊന്നിൽ കലരാതെ ഇതെങ്ങനെ സുരക്ഷിതമായി പങ്കുവയ്ക്കാൻ പറ്റും? ഇതിനുള്ള ഉത്തരമാണ് വെർച്വൽ മെമ്മറി. ഇതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അല്ലേ? ഒരേ സമയം പ്രവർത്തിക്കുന്ന ഓരോ പ്രോഗ്രാമിനും ഒരേ റാം തന്നെ വേണം. അപ്പോ ഒരു പ്രോഗ്രാം മറ്റൊന്നിന്റെ മെമ്മറിയിൽ കയറി പ്രശ്നമുണ്ടാക്കാതെ എങ്ങനെ നോക്കും? ഇതിന് ഒരു നല്ല പരിഹാരം കൂടിയേ തീരൂ. ഇവിടെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു മാന്ത്രികനെ പോലെ പെരുമാറുന്നത്. അതോരോ പ്രോഗ്രാമിനോടും പറയും, ദാ ഈ മുഴുവൻ മെമ്മറിയും നിനക്ക് സ്വന്തമാണ് എന്ന്. പക്ഷേ അതൊരു മിഥ്യാബോധം മാത്രമാണ്. ഇങ്ങനെ ഓരോ പ്രോഗ്രാമിനും അതിന്റേതായ ഒരു പ്രൈവറ്റ് വെർച്വൽ മെമ്മറി സ്പേസ് കൊടുക്കുന്നതുകൊണ്ട് അവയൊന്നും പരസ്പരം കൂട്ടിമുട്ടാതെ സമാധാനപരമായി പ്രവർത്തിക്കും. ഈ മായാജാലം നടപ്പിലാക്കാൻ നമ്മൾ മെമ്മറിയെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കും. പ്രോഗ്രാമിന്റെ വെർച്വൽ മെമ്മറിയെ നമ്മൾ ഒരേ വലുപ്പമുള്ള പേജുകളായി തിരിക്കും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ യഥാർത്ഥ റാമിനെ അതേ വലുപ്പമുള്ള ഫ്രെയിമുകളായി തിരിക്കും. ഇവിടെ ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ട കാര്യം, ഈ പേജിന്റെയും ഫ്രെയിമിന്റെയും സൈസ് എപ്പോഴും ഒന്നായിരിക്കും എന്നതാണ്. അപ്പോൾ ശരി, ഈ വെർച്വൽ പേജുകളൊക്കെ യഥാർത്ഥത്തിൽ റാമിലെ ഏത് ഫ്രെയിമിലാണിരിക്കുന്നതെന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ ഓർത്തുവെക്കും? അതിനുവേണ്ടിയാണ് നമ്മൾ പേജ് ടേബിൾ എന്ന് വിളിക്കുന്ന ഒരു അഡ്രസ് ബുക്ക് ഉപയോഗിക്കുന്നത്. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതാണ് സംഭവിക്കുന്നത്. CPU ഒരു പ്രോഗ്രാമിന്റെ ഡാറ്റ ചോദിക്കുമ്പോൾ അത് തരുന്നത് ഒരു ലോജിക്കൽ അഡ്രസ് ആണ്, അതായത് ഒരു വെർച്വൽ അഡ്രസ്. ഇത് റാമിലെ യഥാർത്ഥ അഡ്രസ് അല്ല. അപ്പോൾ മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് അഥവാ MMU എന്നൊരു പ്രത്യേക ഹാർഡ്വെയർ നമ്മുടെ അഡ്രസ് ബുക്കായ പേജ് ടേബിൾ നോക്കി ഈ ലോജിക്കൽ അഡ്രസ്സിനെ യഥാർത്ഥ ഫിസിക്കൽ അഡ്രസ്സാക്കി മാറ്റിക്കൊടുക്കും. ഈ അഡ്രസ് മാറ്റുന്ന പരിപാടിക്ക് ശരിക്കും പറഞ്ഞാൽ വെറും മൂന്നേ സ്റ്റെപ്പേ ഉള്ളൂ. ഒന്നാമതായി CPU തരുന്ന ലോജിക്കൽ അഡ്രസ്സിനെ പേജ് നമ്പർ, ഓഫ്സെറ്റ് എന്ന് രണ്ടായി മുറിക്കുന്നു. രണ്ടാമതായി ആ പേജ് നമ്പർ വെച്ച് പേജ് ടേബിളിൽ നോക്കി അതിന് ചേർന്ന ഫ്രെയിം നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു. അവസാനമായി ആ കിട്ടിയ ഫ്രെയിം നമ്പറും ആദ്യത്തെ ഓഫ്സെറ്റും കൂടി ചേർത്താൽ കിട്ടി നമ്മുടെ യഥാർത്ഥ ഫിസിക്കൽ അഡ്രസ്. സിമ്പിൾ. അപ്പൊ നമ്മൾ മെമ്മറി ഷെയർ ചെയ്യുന്ന പ്രശ്നം വളരെ ഭംഗിയായി പരിഹരിച്ചു. പക്ഷേ ഈ പരിഹാരം പുതിയൊരു പ്രശ്നം ഉണ്ടാക്കി. നമ്മുടെ സിസ്റ്റം മൊത്തത്തിൽ പതിയെയായി. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് അടുത്തതായി നോക്കാം. ഇതാണ് പ്രശ്നത്തിന്റെ കാതല്. ഓരോ തവണ ഡേറ്റ വേണമെങ്കിലും നമ്മൾ 2 തവണ മെമ്മറിയിലേക്ക് പോണം. ആദ്യം പേജ് ടേബിൾ എവിടെയാണെന്ന് നോക്കി അതെടുക്കണം. എന്നിട്ട് ആ ടേബിളിൽ നിന്ന് കിട്ടിയ അഡ്രസ്സ് വെച്ച് യഥാർത്ഥ ഡേറ്റ എടുക്കണം. അതായത് ഒരു കാര്യത്തിന് 2 പണി. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ വേഗത നേരെ പകുതിയാക്കി കുറയ്ക്കും. അതൊട്ടും നല്ല കാര്യമല്ല. ഈ വേഗതക്കുറവ് പരിഹരിക്കാൻ ഒരു സൂത്രപ്പണിയുണ്ട്. അതാണ് ട്രാൻസ്ലേഷൻ ലുക്ക് എസൈഡ് ബഫർ അല്ലെങ്കിൽ TLB. ഇത് വളരെ വേഗതയേറിയ ഒരു കുഞ്ഞൻ മെമ്മറിയാണ്. നമ്മൾ അടുത്തിടെ ഉപയോഗിച്ച അഡ്രസ്സുകളൊക്കെ ഇതോർത്തുവെക്കും. നമ്മുടെ ഫോണിലെ സ്പീഡ് ഡയൽ പോലെ എപ്പോഴും വിളിക്കുന്ന നമ്പറുകൾ അതിൽ സേവ് ചെയ്തു വെച്ചാൽ പിന്നെ കോൺടാക്ട് ലിസ്റ്റിൽ പോയി തപ്പേണ്ട ആവശ്യമില്ലല്ലോ. അതേ തന്ത്രം തന്നെ. TLB ഉപയോഗിക്കുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കാം. നമുക്ക് വേണ്ട അഡ്രസ് TLBയിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ TLB ഹിറ്റ് എന്ന് പറയും. സംഗതി വളരെ വേഗത്തിൽ നടക്കും. ഒറ്റയടിക്ക് ഫിസിക്കൽ അഡ്രസ് കിട്ടും. ഇനി അഥവാ വേണ്ട അഡ്രസ് TLBയിലില്ലെങ്കിലോ അതിനെ TLB മിസ് എന്ന് പറയും. അപ്പോ പിന്നെ പഴയതുപോലെ റാമിൽ പോയി പേജ് ടേബിൾ മുഴുവൻ തപ്പേണ്ടി വരും. അത് സമയമെടുക്കുന്ന പണിയാണ്.
പക്ഷേ ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം. പ്രോഗ്രാമുകൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അവ കുറച്ചു സമയത്തേക്ക് ഒരേ സ്ഥലത്തുള്ള ഡേറ്റ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കും. ഇതുകൊണ്ട് മിക്കവാറും സമയത്തും, അതായത് 99% കൂടുതൽ സമയത്തും ഒരു TLB ഹിറ്റ് ആയിരിക്കും സംഭവിക്കുക. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ മിക്കപ്പോഴും വളരെ വേഗത്തിൽ തന്നെ പ്രവർത്തിക്കും. കൊള്ളാം. അപ്പൊ നമ്മൾ വേഗതയുടെ പ്രശ്നവും പരിഹരിച്ചു. പക്ഷേ ടെക്നോളജി മുന്നോട്ടു പോയപ്പോൾ പുതിയൊരു തലവേദന വന്നു. ഈ പറയുന്ന പേജ് ടേബിളുകൾക്ക് തന്നെ ഒരുപാട് മെമ്മറി സ്ഥലം വേണമെന്നായി. ഒന്നാലോചിച്ചു നോക്കൂ. ഇന്നത്തെ 64 ബിറ്റ് സിസ്റ്റങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മെമ്മറിയുടെ അളവ് ഭീമാകാരമാണ്. അത്രയും വലിയ മെമ്മറിയുടെ കണക്കുകൾ സൂക്ഷിക്കാൻ നമ്മുടെ അഡ്രസ് ബുക്കിന്, അതായത് പേജ് ടേബിളിന് എത്രമാത്രം വലിപ്പം വേണ്ടിവരും? അത് ഭയങ്കര വലുതായിരിക്കും. ഒരു സാധാരണ പ്രോഗ്രാമിന് വേണ്ടി മാത്രം ഗിഗാബൈറ്റ് കണക്കിന് റാം ഈ പേജ് ടേബിളിന് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമല്ല. നമ്മുടെ വിലപ്പെട്ട റാം മുഴുവൻ ഇങ്ങനെ പോകും. അതുകൊണ്ട് ഒരൊറ്റ വലിയ പേജ് ടേബിൾ എന്ന ആശയം ഇവിടെ ശരിയാവില്ല. ഇതിനുള്ളൊരു അടിപൊളി പരിഹാരമാണ് മൾട്ടിലെവൽ പേജിംഗ്. ആശയം സിമ്പിളാണ്. ആ ഭീമാകാരമായ അഡ്രസ് ബുക്കിനെ നമ്മൾ പല ചെറിയ ബുക്കുകളാക്കി മാറ്റുന്നു. എന്നിട്ട് ഏത് ചെറിയ ബുക്കിൽ എന്ത് വിവരമുണ്ടെന്ന് കാണിക്കാൻ ഒരു പ്രധാന ഇൻഡെക്സ് ബുക്ക് വയ്ക്കുന്നു. ഇതിനെ പേജ് ഡയറക്ടറി എന്ന് പറയാം. ഇതിന്റെ ഗുണമെന്തെന്നാൽ നമുക്കിപ്പോൾ ആവശ്യമുള്ള പേജ് ടേബിളിന്റെ ഭാഗം മാത്രം റാമിൽ വെച്ചാൽ മതി. ഇത് ഒരുപാട് മെമ്മറി ലാഭിക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചതൊന്ന് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയിരിക്കും. മെമ്മറി സുരക്ഷിതമായി പങ്കുവയ്ക്കാൻ നമ്മൾ പേജിങ്ങും പേജ് ടേബിളും ഉപയോഗിച്ചു. പക്ഷെ അത് സിസ്റ്റത്തിന് പതിയെയാക്കി. ആ പ്രശ്നം പരിഹരിക്കാൻ TLB വന്നു. പക്ഷെ TLB വന്നപ്പോൾ പേജ് ടേബിളുകൾ തന്നെ ഒരുപാട് വലുതാണെന്ന് മനസ്സിലായി. ആ പ്രശ്നം പരിഹരിക്കാൻ മൾട്ടിലെവൽ പേജിങ്ങും വന്നു. കണ്ടില്ലേ, ഓരോ പ്രശ്നത്തിനും പുതിയൊരു പരിഹാരം. അതൊരു തുടർച്ചയാണ്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഒരേ സമയം ഒരു വീഡിയോ കാണുകയും ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുകയും കൂട്ടുകാരുമായി ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒന്നോർത്തോണം, ഇതിനെല്ലാം പിന്നിൽ നമ്മൾ കാണാതെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ചേർന്ന് നടത്തുന്ന ഈ അഡ്രസ് മാറ്റൽ എന്ന മായാജാലമാണ് നടക്കുന്നത്. കമ്പ്യൂട്ടർ ലോകത്തെ ഏറ്റവും മികച്ച ആശയങ്ങളിലൊന്ന് നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഓരോ നിമിഷവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.